ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോകാഡിലെ LAYTRANS എന്നൊരു കമാൻഡിനെ കുറിച്ചാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ്. ഒരു ലെയറിലുള്ള ഒബ്ജക്റ്റ് മറ്റൊരു ലെയറിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കമാൻഡ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ 2 ഡ്രോയിങ്ങുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഇതാണ് ഒരു ഡ്രോയിങ്, അടുത്ത ഡ്രോയിങ് ഇതാണ്. ഇനി ഇതിൽ നമുക്ക് നോക്കാൻ പറ്റും, ഈ ഫസ്റ്റ് ഡ്രോയിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ബിൽഡിങ്സ് എന്ന ലെയർ മാത്രമേ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നോക്കിയാൽ ബിൽഡിങ്സ് എന്ന ലെയർ മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡ്രോയിങ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇവിടെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. പ്ലോട്ട് 1, പ്ലോട്ട് 2, പ്ലോട്ട് 3, പ്ലോട്ട് 4. ഞാൻ ഈ പ്ലോട്ട് 1 ഓഫ് ചെയ്യുന്നു, കാണാൻ പറ്റും ഇവിടെ ലെയർ ഓഫായി. വീണ്ടും ഓൺ ചെയ്യുന്നു, അതേപോലെ 2-3 ലെയർ ഓഫ് ചെയ്ത് കാണിക്കാം, കാണാൻ പറ്റും. ഇതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓഫ് ആവും. ഈ ലെയർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ, അതുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇതാ എല്ലാം ഓഫായി. ഇനി ഞാൻ വീണ്ടും അത് ഓൺ ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് ഏത് ലെയറിലേക്കാണോ മാറ്റേണ്ടത് അത് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ ലെയർ ആവും. ഞാൻ കൺട്രോൾ സെറ്റ് അടിക്കുന്നു. ഇനി നമുക്ക് LAYTRANS എന്ന കമാൻഡ് ഉപയോഗിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ LAYTRANS എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്ലേറ്റ് ഫ്രം, പിന്നെ ഇവിടെ ട്രാൻസ്ലേറ്റ് ടു, അതായത് ഇത് ഏത് ലെയറിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഇത് ഏത് ലെയറിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ പ്ലോട്ട് 1 എന്ന ലെയറാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അത് ഏത് ലെയറിലോട്ടാണ്? ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ന്യൂ കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ ന്യൂ കൊടുത്ത് കാണിക്കാം. ന്യൂ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ലെയറിൻ്റെ പേര് ആവശ്യമുള്ളത്, ഞാൻ ഉദാഹരണത്തിന് ഇവിടെ SM എന്ന് കൊടുത്ത് അതിൻ്റെ കളറ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇതും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെയർ ട്രാൻസ്ലേഷൻ മാപ്പിംഗ്സ്, ന്യൂ ലെയർ നെയിം SM, ഓൾഡ് ലെയർ നെയിം പ്ലോട്ട് 1, ട്രാൻസ്ലേറ്റ് ഓൺലി. അപ്പോൾ അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാത് ലെയർ മാറിക്കഴിഞ്ഞു. നമ്മുടെ പ്ലോട്ട് 1 എന്ന ലെയറിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് SM എന്ന ലെയറായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ തന്നെ നോക്കാം. ഇതിൽ LAYTRANS എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ഇനി ഇതിൽ പ്ലോട്ട് 4 എന്നത് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ. അതിനുശേഷം ഇവിടെ ലോഡ് കൊടുക്കുന്നു. ഈ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഡ്രോയിങ്ങിലുള്ള ലെയറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ലോഡ് കൊടുക്കുന്നു. നമ്മുടെ മറ്റേ ഡ്രോയിങ് ഇവിടെ ഏതാ ബിൽഡിംഗ് എന്ന ഡ്രോയിങ് ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നമ്മുടെ ആ ഡ്രോയിങ്ങിലുള്ള ഏതൊക്കെ ലെയറുകളാണ് ഇവിടെ ഉള്ളത് അതിവിടെ കാണിക്കും. ഇനി ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് ലെയർ നെയിം പ്ലോട്ട് 4, ന്യൂ ലെയർ നെയിം ബിൽഡിങ്സ്, ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു, ട്രാൻസ്ലേറ്റ് ഓൺലി. അതും ഇവിടെ മാറിക്കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റും ബിൽഡിങ്സ്. അപ്പോൾ LAYTRANS എന്ന കമാൻഡ് ഉപയോഗിച്ച് ലെയറുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയറിലേക്ക് മാറ്റാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.